രോഗം വരാതിരിക്കുക അതിനുവേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഇസ്ലാമിക തത്വം അനുസരിച്ച് നബിസ്വല്ലാസങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യം അള്ളാന്റെ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്താണല്ലോ വേണ്ടത്. അതിനിപ്പം നബിസ്വല്ലാസങ്ങളുടെ നിർദ്ദേശം നമ്മൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് മൊത്തത്തിൽ ഇസ്ലാമിക ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് എന്ന് മനസ്സിലാകുന്നത്. അതിലൊന്ന് ഭക്ഷണം തന്നെയാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. ഈ പ്രാചീനമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൽ ഇപ്പൊ യുനാനി ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും സിദ്ധാണെങ്കിലും ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉദ്ഭവം വയറാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. രണ്ടാമത് പറയുന്നത് ശുചിത്വമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട ശുചിത്വം. മൂന്നാമത് വ്യായാമം വേണം. നാലാമത്തത് വിശ്രമം. ഈ 4 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് സാധ്യത. അതിലോരോന്നിനും നമ്മളിപ്പം ഭൗതിക ചികിത്സാ രീതി എടുത്തു നോക്കിയാലും നമ്മൾ പറഞ്ഞതുപോലെ ഏത് ചികിത്സാ രീതി എടുത്തു നോക്കിയാലും അതിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒന്നാമതായി ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നിത്യരോഗികൾ കൂടുന്നത് ഈ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഒന്ന് അമിതമാക്കുന്നത്, രണ്ടാമത്തേത് ഭക്ഷണം ശരിക്ക് ശുചീകരിക്കപ്പെടാത്തത്. അതാണല്ലോ വിഷം വരിക എന്ന് പറഞ്ഞാൽ. വിഷം ചിലപ്പോ വേണ്ടി വരും പുതിയ കാലത്ത് പ്രതിരോധിക്കാനൊക്കെ, അല്ലെ? എല്ലാ കീടങ്ങളെയൊന്നും ഇപ്പോ അത്രക്ക് ജനിതക മാറ്റം വന്ന കീടങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ പഴയ രീതി തന്നെ പറ്റണമെന്നില്ല. അപ്പൊ അത് ഉപയോഗിക്കപ്പെട്ടാലും ഇസ്ലാമിന്റെ ആ ശുദ്ധീകരണം എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അത്തരം ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം. പിന്നെ മഹാനായ ജാഫർ സ്വാദിഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ജൂതൻ പറഞ്ഞു, ഖുർആനില് ആരോഗ്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചു. അപ്പൊ ജാഫർ സ്വാദിഖ് റളിയല്ലാഹുവിന് ആയത്ത് ഓതി കൊടുത്തു, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ആരോഗ്യത്തിന്റെ എല്ലാ വിഷയങ്ങളും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. അതിലിപ്പോ ആദ്യം പറഞ്ഞു ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ എല്ലാ നിസ്കാര സമയത്തും അല്ലെങ്കിൽ നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലെത്തുമ്പോഴും നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയും. അലങ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കുളിച്ച് വൃത്തിയാവുക, നല്ല വസ്ത്രം ധരിക്കുക, ശുചിത്വം പാലിക്കുക എന്നതാണ്. അപ്പൊ ആളുകൾ കൂടുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയും ശുദ്ധിയും പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. നമ്മുടെ പുതിയ കൊറോണ കാലത്തൂടെ വളരെ ആളുകൾ കൂടുന്നിടത്ത്. അപ്പം ആരോഗ്യ സംരക്ഷണത്തിന് ശുചിത്വം എന്നതിലേക്കുള്ള നല്ലൊരു നിർദ്ദേശം. രണ്ടാമത് പറഞ്ഞത് കുലു വശ്രബു. നിങ്ങൾ ആഹാരം കഴിക്കുക, വെള്ളവും കുടിക്കുക, അതേ ശ്വാസത്തിൽ എന്നാണ് പറയുന്നത് വലാത്തു സുരിഫു. ഇത് രണ്ടും കൂടിപ്പോകരുത്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾ കുടിക്കാതെ സന്യാസം, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇതിപ്പോ ഒരു നിർദ്ദേശം എന്നുള്ളവർക്ക് പറഞ്ഞതല്ല. നിങ്ങൾ തിന്നോളി കുടിച്ചോളി കൂടി പോകണ്ടോ എന്നിട്ടൊരു അങ്ങനെ ഉണ്ടല്ലോ. ഈ കൂടിയാൽ പ്രശ്നം കോലത്തിലല്ല. തൊട്ടടുത്ത് പറഞ്ഞ എന്താ, ഫൈനല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അപ്പൊ അള്ളാഹു താല ഒരിക്കലും അമിതമായി ആഹാരം കഴിക്കുന്നവനെ, അമിതമായി വെള്ളം കുടിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് തന്നെയാണ്. അപ്പൊ നല്ല ഗൗരവത്തിൽ തന്നെയാണ് അമിത ആഹാരത്തെ അള്ളാഹു താല നമ്മളോട് വിലക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ എന്താ, വയറിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ നടക്കുന്ന ഏറ്റവും സഞ്ചികളിൽ വെച്ച്, പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടതാണ് വയറ്, ഏറ്റവും ഷെറുള്ളത് വയറുള്ളത്. അപ്പൊ വയറ് നറക്കുക എന്നതാണ്, അമിതമായി നറക്കൽ തന്നെയാണ് സർവ്വ. അതിന്റെ വെറുതെ അങ്ങനെ വയറ് നറക്കരുതെന്ന് പറയില്ല, അതിന്റെ ഒരു തോതും നബി പറഞ്ഞു. ഭക്ഷണം 1/3, വെള്ളം 1/3 ഒഴിച്ചിടണം. നമ്മളിപ്പോ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലൊക്കെ ഫുൾ സാധനം നിറച്ചാൽ പിന്നെ അതിലൊരു ഗ്യാപ്പില്ല. നേരെ വെച്ച് നമുക്കറിയില്ല, ആമാശയ ഭിത്തികളുടെ ഒരു താളാത്മകമായ ചലനം വഴിയാണ് ഇത് ദഹനം, ഉപാപചയ വ്യവസ്ഥ നടക്കുന്നത്. അപ്പൊ ഇത്തിരി ഒഴിവ് വേണം. എന്നെങ്കിൽ ഇതെന്താവുള്ളൂ. നമ്മളിപ്പോ മിക്സിയിൽ ഫുൾ സാധനം ഇട്ട് അടിച്ചാൽ അത് നടക്കാവില്ലല്ലോ, ശരിയാവില്ലല്ലോ. അപ്പൊ നബി അതുകൂടെ ഈ ഭക്ഷണവും വയറുമായിട്ടുള്ള ബന്ധത്തെ പൊതുവെ വല്ലാതെ കഴിക്കരുത് എന്ന് പറയല്ല, അത് എത്രയെന്നുള്ളത് വിശദീകരിച്ച് തരികയും ചെയ്തു. വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒന്നാമത് നമ്മളോട് പറയണത് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞോടത്ത് പിന്നെ വിശദീകരണം പറയാണ്, കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖനാക്കും. എന്ത് തിന്നണം, എന്ത് തിന്നൂടാ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. ഇപ്പൊ ആളുകളുണ്ട് തിന്നോളൂ പറയുന്നുണ്ട്, അവിടെ ഹക്കും ബാത്തലും ഇല്ല, നേരും നെറിയില്ല, പറ്റിയതും പറ്റാത്തതെന്ന് പറയുന്നില്ല. അത് ഇസ്ലാം ശരിക്ക് ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തിന്നാം, ഇത് തിന്നൂടാ. നമ്മൾ 10 മീനൊക്കെ എടുത്തു നോക്കിയാല് നല്ല രീതിയിൽ വിശദീകരിച്ച ചർച്ച. അപ്പൊ അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഏതൊക്കെ ആഹാരം ഉണ്ടോ അതിപ്പോ നമ്മളെ ഭൗതിക ശാസ്ത്രം എടുത്ത് വെച്ച് നോക്കിയാൽ, ആരോഗ്യശാസ്ത്രം വെച്ച് നോക്കിയാൽ ഒക്കെ നമുക്ക് അപകടമുള്ളതായിരിക്കും. പന്നി ഉദാഹരണം, എത്ര ചൂടാക്കിയാലും അതിലെ ചില വിരകൾ നശിക്കൂല.
ഇനി മദ്യാവട്ടെ മദ്യാവട്ടെ അതൊക്കെ നമുക്ക് കേടുള്ളതേ. അതോടൊപ്പം ഈ തൊയ്യബാത്തിനെ ആ ഒരു ആത്മീയ നന്മ എന്നതിനപ്പുറം കഴിക്കുന്നത് നല്ലതാവണം, അങ്ങനെ അർത്ഥം പറയണം. അതായത് ആരോഗ്യപരമാവണം, പോഷക സമൃദ്ധമാവണം, അല്ലാതെ വെറുതെ വാരി വലിച്ചപ്പോഴുള്ള ഈ ജങ്ക് ഫ്രൂട്ടുകളും അതിന്റെയൊക്കെ കുറെ പ്രയാസങ്ങൾ. ഇപ്പോ നല്ലൊരു പുസ്തകമാണല്ലോ നമ്മുടെ ഈ ഡോക്ടർ ക്യാൻസർ രോഗ വിദഗ്ധൻ അദ്ദേഹം എഴുതിയ ജീവിതം ഒരു അത്ഭുതം എന്ന് പറഞ്ഞ പുസ്തകമാണ്. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ക്യാൻസർ പിടിച്ച കുറെ ആളുകൾ ഈ ടിൻ ഭക്ഷണം മാത്രം കഴിച്ച ടീമാണ്. അപ്പൊ നല്ലതേ കഴിക്കാവൂ എന്ന് പറയുമ്പോ ഇതൊക്കെ ഒഴിവാക്കണം എന്നുകൂടെ. കാരണം അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള മുഅ്മിനിനെ എന്ന് പറയുന്നുണ്ടല്ലോ. മനുഷ്യന് അള്ളാഹുതആല വലിയ ബഹുമാനം നൽകി. ഒരായത്തിലല്ല, വലഖദ് കറംനാ ബനി ആദമ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്തി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. മനുഷ്യനെ നമ്മൾ ആദരിച്ചിരിക്കുന്നു. ആ ആദരവിന്റെ ഭാഗമാണ് വറസഖ്നാഹും മിനത് ത്വയ്യിബാത്തി. മേത്തരം വസ്തുക്കളെയാണ് മനുഷ്യനെ നമ്മൾ ആഹാരമായിട്ട് വെച്ചത്. ചത്തവും ചീഞ്ഞതും ഈ മസ്തുണ്ടാക്കുന്നതും ശവവും ചോരയും ആർക്കും വെച്ചിട്ടില്ല. മനുഷ്യനുള്ള ബഹുമാനത്തിന്റെ ഭാഗം. ഇപ്പൊ നമ്മൾ പാടത്തൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോഷകമൂല്യമുള്ള അരി നമ്മളെടുത്ത് ആഹരിക്കുക, അതിന്റെ വൈക്കോല് കന്നുകാലികൾ കൊടുക്കുകയാണ്. ഒരു പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ മാംസളമായ ഭാഗം നമ്മൾ കഴിച്ച് തോട് ആടിന് കൊടുക്കുകയാണ്. മനുഷ്യനുള്ള കൊടുത്ത ആദരവാണ്. അപ്പൊ ആ ആദരവിന്റെ അടിസ്ഥാനത്തിൽ മേത്തരം സാധനങ്ങൾ, ആ തൊയ്യിബാത്ത്, അതാണ് അള്ളാഹുതആല നമുക്ക് അനുവദിച്ചു തന്നത്. അത് മാത്രം ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രോഗം വരില്ല. ഇപ്പൊ നമ്മൾ ഈ രോഗം വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹു നിരോധിച്ച ഒരുപാട് ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം ആ അതിനെ അള്ളാഹുതആല നിരോധിച്ച സാധനം തന്നെ നമ്മൾ തിന്നുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഹറാം നമ്മൾ ഒഴിവാക്കുക. വെറുതെ ഇട്ടിയ സിമന്റും തിന്നുന്നുള്ള നിലപാടൊന്നും മാറ്റുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇസ്ലാം അനുവദിച്ച ഭക്ഷണങ്ങളുടെ കാര്യം നോക്കുമ്പോഴേ ഇപ്പൊ ചില സംസ്കൃതിയിലൊക്കെ ഉണ്ട് മാംസം, മത്സ്യം, മുട്ട, ഇതൊന്നും പറ്റില്ല, സസ്യം മാത്രം. അപ്പൊ സത്യം പറഞ്ഞപ്പോ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ഒരു ഹോർലിക്സ് 500 ഗ്രാമിന്റെ ഒരു ഹോർലിക്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഹോർലിക്സ് മാത്രമാക്കേണ്ട ഏത് കമ്പനിയാണെങ്കിലും അതിലൊരു 90% ഗോതമ്പ് പൊടിയാണ്. പിന്നെ ടേസ്റ്റ്, ഫ്ലേവർ, ഇങ്ങനെ കുറച്ച് സംഗതികളും നമ്മുടെ വിറ്റാമിൻ ഗുളികയിലൊക്കെ ഉണ്ടാകുന്ന ചില കണ്ടന്റുകളുമാണ്. ഇതൊരു 100 ഗ്രാം മാംസത്തിൽ നിന്ന് ഇതിന് സത്യം പറഞ്ഞാൽ 300-400 രൂപ കൊടുക്കണം. ഒരു 100 ഗ്രാം മാംസത്തിൽ നിന്ന് ഈ സംഭവമൊക്കെ നമുക്ക് ലഭ്യമാണ്. അതെ. അപ്പോ ഇത്തിരി ഒരു മാംസം തിന്നൂല, മുട്ട തിന്നൂല, പാല് തിന്നൂല, മത്സ്യം തിന്നൂല, അങ്ങനെ ഒരു സംഭവം തന്നെ ശരിയല്ല. ആവശ്യത്തിന് അതൊക്കെ വേണം. അവിടൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വലാതുസരിഫ് വളരെ പ്രാധാന്യമാണ്. മനുഷ്യനെ അള്ളാഹുതആല സൃഷ്ടിച്ചാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്താ കഴിക്കേണ്ടതെന്ന് അള്ളാഹുതആല തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ഗവേഷണം നടത്തി അന്വേഷിച്ചാൽ അത് ഒരിക്കലും ഒരു തെറ്റാന്ന് ആർക്കും പറയാൻ കഴിയില്ല, അനാരോഗ്യകരമല്ല.